യുഎയിലേക്ക് ഒരു വിസിറ്റ് എടുത്തിട്ട് പോയിട്ട് ജോലി തേടണം എന്ന പ്ലാനിൽ നിങ്ങൾ ആരാടി ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണണം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾ റിസർച്ച് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ എഫിൻ ഫ്രാൻസിസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സ് വിസിറ്റ് എടുത്ത് പോയിട്ട് ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് ജോലി കിട്ടിയെന്ന് പറയും. ചില ആൾക്കാരുണ്ട് അവിടേക്കൊന്നും പോയിട്ടൊന്നും കാര്യമില്ല, ഒരു മാസം പോയിട്ട് വിസിറ്റ് എടുത്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വിസിറ്റ് കിട്ടും, ഒരു 3-4 വിസിറ്റ് ഇട്ടിട്ടും ജോലി ഒന്നും ആയില്ല. അവൻ കുറച്ച് കഴിഞ്ഞപ്പോ തിരിച്ചു പോകുന്നു, മടുത്തു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഇല്ലേന്, എന്തെങ്കിലും ടിപ്സ് ഉണ്ടാവുമല്ലോ, ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് നമുക്ക് യുഎയിൽ ഒരു നല്ലൊരു ജോബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മെത്തേഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മെത്തേഡ് എന്തൊക്കെയാണെന്ന് ഡൗട്ട് ഉണ്ടോ? ആ മെത്തേഡാണ് ഈ കാണുന്നത്. ഈ മെത്തേഡില് ആദ്യം വരുന്ന ഒരു പോയിന്റ് ആണ് പ്രിപ്പയർ ഒരു CV. ട്രാവലിൽ നമുക്ക് പാസ്പോർട്ട് വേണം, അതുപോലെ തന്നെ ജോലി കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു കിടിലൻ CV ആയിരിക്കണം. ആ CV കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജോലിക്ക് കയറിക്കോ എന്ന് നമ്മൾ പറയണം. അതേപോലത്തെ ഒരു CV ആദ്യം ശരിയാക്കണം. അപ്പൊ CV പ്രശ്നമാണ് ഫസ്റ്റത്തെ ടോപ്പിക്. CV നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതിൽ എടുത്തു പറയേണ്ട ഒരു സർവീസ് ആണ് മൈ പെർഫെക്റ്റ് CV. വീഡിയോ സ്പോൺസർ ചെയ്യുന്നല്ല, നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത് അതുപോലെ CV ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അവിടെ പോയിട്ടുണ്ടാകും നമുക്ക് ഏതാണ് കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ജോബ് ടൈറ്റിൽ, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഈ മൈ പെർഫെക്റ്റ് CV എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് നല്ല CV ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു ഫ്രീ സർവീസ് ആണ് ക്യാൻവ എന്ന് പറയും. ക്യാൻവ ഡിസൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന, ഗ്രാഫിക് ഡിസൈനിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ആ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, CV ഉണ്ടാക്കാം. പിന്നെ CV ഉണ്ടാക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആരും മാനുവലി CV സോർട്ട് ഔട്ട് ചെയ്യുന്നില്ല, വായിച്ചു നോക്കിയിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കീവേഡ്സ് മാക്സിമം ആഡ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏതാണ് ജോബ്, ആ ജോബിന്റെ കൃത്യമായിട്ട് എന്താണ് ക്വാളിറ്റീസും അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഫുള്ള് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ നോക്കി നോക്കുക. അതാണ് അതിൽ ഏറ്റവും പ്രോ ടിപ്പ് എന്ന് പറയുന്നത്. CV നമ്മുടെ റെഡിയായി. ഇനി എന്താ വേണ്ട നമുക്ക്, ഇനി എപ്പോ പോകണം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പെഷ്യലി യുഎയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചൂടൊരു കൺസേൺ ആണ്, ഹോളിഡേസ് ഒരു കൺസേൺ ആണ്. അതുപോലെ തന്നെ റംദാനൊക്കെ വരുന്നുണ്ട്. റംദാൻ വരുന്ന സമയത്ത് കുറെ പബ്ലിക് ഹോളിഡേസ് വരും, ചിലപ്പോൾ 2 വീക്ക് വരും, 1 വീക്ക് വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞത് ഈ പെരുന്നാളിന്റെ സമയം, മുസ്ലിംസിന്റെ പെരുന്നാളിന്റെ സമയം ഒഴിവാക്കുക. അതുപോലെ തന്നെ ക്രിസ്മസിന്റെ ഒരു മന്ത് ഉണ്ടല്ലോ, ഡിസംബർ ജനുവരി, ആ ഒരു ടൈം എന്ന് പറഞ്ഞതും അതും കുറച്ച് നല്ല ടൈമാണ്. മാക്സിമം ആളുകൾ എപ്പോഴും ട്രാവൽ ചെയ്യാനും അതുപോലെ വെക്കേഷൻ പോകുന്ന ഒരു സമയമായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ CV കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാനേജർമാരുണ്ടാവില്ല, ഇപ്പൊ റിക്രൂട്ട് ചെയ്യുന്ന മാനേജർ ഉണ്ടാവില്ല. അപ്പൊ ആ CVകളൊക്കെ അവിടെ വെക്കും, കിട്ടിയതൊക്കെ അവിടെ വെക്കും. അപ്പൊ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോ ആള് വന്നതിന് ശേഷമുള്ള CVകളായിരിക്കും ചിലപ്പോൾ കൺസിഡർ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ടൈം നോക്കിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അവിടെ തന്നെ പോകുന്ന സമയത്ത് മാക്സിമം നല്ല പീക്ക് ടൈമിൽ പോവുക, ഫ്രഷ് ആയിട്ട് സമയം. അതിപ്പോ ഒരു ഫെബ്രുവരി കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു മാസങ്ങൾ. അതുപോലെ പെരുന്നാളിന്റെ സമയത്ത് മാക്സിമം പോകുന്ന ഒഴിവാക്കി ഉണ്ടാക്കി കഴിഞ്ഞാല് നല്ലൊരു സമയത്ത് നമ്മൾ ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് തിരഞ്ഞെടുക്കുക. നമുക്ക് CV ശരിയായി പോണ സമയം നമ്മൾ കൺഫേം ചെയ്തു. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഏതൊക്കെ പോർട്ടലിൽ ഏതൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ CV അല്ലെങ്കിൽ നമ്മുടെ ബയോഡാറ്റ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അതിൽ കുറച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ് ഉണ്ട്, അത് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതാണ് യുഎയിൽ മെയിൻ ആയിട്ട് ജോബ് തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ. അപ്പൊ അതിൽ പോയിട്ട് നമ്മുടെ CV പോയിട്ട് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ചില വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ പോർട്ടലിൽ നിന്നിട്ട് കാണുന്ന വേക്കൻസികൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു മെത്തേഡ്. പിന്നെ ഒരു മെത്തേഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾ ഡയറക്റ്റ് പോയിട്ട് CV കൊണ്ടുപോയി കൊടുക്കാം, ഫിസിക്കലി കൊണ്ടുപോയിട്ട് പേപ്പർ CV കൊണ്ടുപോയി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കൊളീഗ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെ കൊണ്ടുപോയിട്ട് CV കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ വെബ്സൈറ്റ് ഉണ്ട്, കമ്പനികളുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കരിയർ പേജിൽ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ വേക്കൻസികൾ കാണാൻ പറ്റും. നമുക്ക് ആ കാണുന്ന വേക്കൻസികൾ ഡയറക്റ്റ് അപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ CV അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും. ഈ 3 മെത്തേഡാണ് കറണ്ടിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ജോബ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്സ്. അത് കൂടാതെ തന്നെ നമുക്ക് ഇപ്പൊ കറണ്ടിലി കൂടുതൽ എന്താ പറയുക, സാധാരണ നമ്മൾ പോർട്ടലിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലിങ്ക്ഡിൻ ഒന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു വെബ്സൈറ്റ് ആണ്. ലിങ്ക്ഡിനിൽ കാണുന്ന ജോബ് വേക്കൻസികളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാനും ടൈം ഡിലേ കുറച്ച് കുറവാണ്. അപ്പൊ ലിങ്ക്ഡിനും ഒരു മാറ്റി നിർത്തിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സ് ആയാലും കമ്പനിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ
ലിങ്ക്ഡിൻ നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പൊ ലിങ്ക്ഡിനെ പറ്റി വീഡിയോ ഞാൻ ഷോർട്സ് പറയാൻ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ലിങ്ക്ഡിൻ മസ്റ്റ് ആയിട്ട് പോയിട്ട് ചെക്ക് ചെയ്യേണ്ട. അവരാണ് പോണേക്കാളും മുന്നേ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒന്നും ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ, അത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ വലിയ റോക്കറ്റ് സയൻസിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ CV വെച്ചിട്ട് തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ പ്രൊഫഷണൽ ക്വാളിറ്റീസും പ്രൊഫഷണൽ സ്കിൽസ് എക്സ്പീരിയൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക പോകുന്നതിനേക്കാളും മുന്നേ. അപ്പൊ നമുക്ക് അത് ത്രൂ നമുക്ക് ജോബ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചില കമ്പനിയുടെ ചിലപ്പോൾ ചോദിക്കും നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടോ, അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാനൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടായ നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്, ജോബ് തരാനുള്ള പോർട്ടൽസും അതുപോലെ തന്നെ അതിനുള്ള ടിപ്സും. കാര്യമാണ് CV കഴിഞ്ഞു കഴിഞ്ഞാലുള്ളതാണ് അക്കോമഡേഷൻ, വിസ, ടിക്കറ്റ്. ഈ 3 കാര്യത്തിൽ ആദ്യം നമുക്ക് ടിക്കറ്റ് നോക്കാം. ടിക്കറ്റ് എപ്പോൾ എടുക്കണം? മെയിൻ ആയിട്ടുള്ള ഹോളിഡേയ്സ്, പബ്ലിക് ഹോളിഡേയ്സ്, ഈസ്റ്റർ, ക്രിസ്മസ്, റംദാൻ ആ ടൈമുകളിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും ടിക്കറ്റിന്. നമ്മുടെ എക്കണോമിക്കലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ആ സമയത്തിൽ എടുക്കാതിരിക്കുക. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുമ്പോൾ 2-3 മാസം മുന്നേ ടിക്കറ്റ് ഡേറ്റ് കൺഫേം ചെയ്ത് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ഡേറ്റിലേക്ക് അടുക്കും തോറും ടിക്കറ്റിന് റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അതുപോലെ പേഴ്സണൽ ടിക്കറ്റ് എടുക്കുന്നതിന് പകരം കൺസൾട്ടൻസി ത്രൂ ടിക്കറ്റ് എടുക്കുക. അപ്പൊ നല്ല ഓഫറുകളൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തു തരും. അതാണ് ടിക്കറ്റിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം. ടിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? വിസ വേണം. വിസ എങ്ങനെ നമുക്ക് കിട്ടും? വിസ മെയിൻ ആയിട്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണത് UAE ഗവൺമെന്റ് സൈറ്റ് ഉണ്ട്, വിസ സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാസം എങ്ങനെ ട്രാവൽ ചെയ്യാം, എത്ര ആയിരിക്കും റേറ്റ്, അതിൽ ദറംസിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, കൺവേർട്ട് റേറ്റിൽ കാണിക്കും. അത് നോക്കിയതിനു ശേഷം നമുക്ക് ചൂസ് ചെയ്യണം. നമുക്ക് 1 മന്ത് പോകണം, അല്ലെങ്കിൽ 6 മാസം പോകണം. അതിൽ നോക്കിയതിനു ശേഷം നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് ഏത് വിസിറ്റീവ്സ് എടുത്താൽ മതി. നമുക്ക് ഏകദേശം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ 6 മാസത്തിനുള്ളിലാണ് നമുക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് പോകണമെങ്കിൽ 6 മാസം വിസിറ്റ് എടുക്കുക. അല്ലെങ്കിൽ 1 മന്ത് ആണെന്ന് വെച്ചാൽ 1 മന്ത് എടുക്കാം. നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ബിസിനസ് എടുത്തതിന് ശേഷം അവിടെ വെച്ചാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതാണ് അക്കോമഡേഷൻ. നമ്മളെ എവിടെ താമസിക്കും പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ബാച്ചിലർ ആണ്, നിങ്ങൾ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ട് പോവുകയാണെങ്കിൽ വെച്ചാൽ നിങ്ങൾക്ക് ബാച്ചിലർ അക്കോമഡേഷൻ നമുക്ക് മതി. അല്ലെങ്കിൽ വെച്ചാൽ ബെഡ് സ്പേസ് എടുക്കുക. ബെഡ് സ്പേസ് എന്ന് പറയുന്നത് ബങ്കർ പോലത്തെ ബെഡുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾ കിടക്കും, അതിന്റെ മുകളിൽ വേറെ ആൾ കിടക്കും. നമ്മൾ കപ്പലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ചില വീഡിയോകളൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ബങ്കർ എന്ന് പറയും. ബങ്കറിൽ കിടക്കണമെങ്കിൽ വെച്ച് കഴിഞ്ഞാലാണ് ഏറ്റവും റൈറ്റ് കുറവുള്ളത്. ബാച്ചിലർ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു റൂം ഉണ്ടായിരിക്കും, കുറച്ച് വലിയ റൂം. അതിൽ തന്നെ ചിലപ്പോൾ 2 ഏരിയയിൽ കിടക്കും, 2 ബെഡ് സ്പേസ് ആക്കിയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അത് ബാച്ചിലർ അക്കോമഡേഷൻ ആയിരിക്കും. സിംഗിൾ ആയിട്ട് റൂം എടുക്കുന്നതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. മാക്സിമം നിങ്ങളുടെ ചെലവ് ചുരുക്കിയിട്ട് പോയിട്ട് ജോബ് കണ്ടുപിടിക്കേണ്ടതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മൾ അവിടെ മാക്സിമം നമ്മുടെ എക്സ്പെൻസ് നമ്മൾ അവിടെ തന്നെ ചെലവഴിച്ച് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് ജോലി ചെയ്യാൻ 5 മാസമാണ് എടുക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം ചുരുക്കിയ സ്ഥലത്ത് പോയിട്ട് താമസിക്കുക. മാക്സിമം നമ്മുടെ ഔട്ട്പുട്ട് ഇട്ടിട്ട് നമ്മൾ ജോലികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അക്കോമഡേഷന്റെ കാര്യം ഇങ്ങനെയാണ്. അക്കോമഡേഷൻ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ഉള്ളിലുണ്ടെന്ന് അവരുടെ റൂമിലും ഷെയർഡ് ആയിട്ട് നമുക്ക് താമസിക്കാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായാൽ ഷെയർഡ് ആയിട്ടുള്ള ഒരു 2 മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ അതും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇതൊന്നുമില്ല, നമുക്ക് താമസിക്കാൻ ഒന്നുമില്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നതോട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. നമുക്ക് ഇങ്ങനെ അക്കോമഡേഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അവരും ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ അങ്ങനെ വിസിറ്റ് വിസ പോയി ജോബ് തേടുന്ന അങ്ങനത്തെ കൺസൾട്ടൻസികൾ ഉണ്ടായി പറഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞാൽ അവർ അക്കോമഡേഷൻ ചിലപ്പോൾ ശരിയാക്കി തരും. ഇതൊന്നും ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ റെന്റയിൽ നമുക്ക് റൂമുകൾ കിട്ടുന്ന UAE വെബ്സൈറ്റുകളുണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം റെന്റ് അവൈലബിൾ എന്നൊക്കെ ബാച്ചിലർ അക്കോമഡേഷൻ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിൽ കയറിയിട്ട് ജസ്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു നോക്കിയാൽ മതി, ഞാനിങ്ങനെ ഇത്ര മാസത്തിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് റൂം അവൈലബിൾ ആണ്, എത്രയൊക്കെയാണ് റെന്റ്, എന്തെങ്കിലും അതിന്റെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായുള്ള ആൻസർ ആയിട്ട് പറയാം. അപ്പൊ അതനുസരിച്ചിട്ട് എല്ലാം റെഡിയാക്കാം. അവരെ കോൺടാക്ട് ചെയ്യാൻ ഡയറക്റ്റ്. മലയാളീസ് ആണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും സംസാരിക്കാനൊക്കെ. അപ്പൊ ഇതാണ് നമുക്ക് അക്കോമഡേഷന്റെ കാര്യം പറയാനുള്ളത്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും ട്രാൻസ്പോർട്ടേഷന് അടുത്തുള്ള അക്കോമഡേഷൻസ് എടുക്കുക. നമുക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. UAE സംബന്ധിച്ചിട്ട് മെട്രോ അവൈലബിൾ ആണ്, ടാക്സികൾ അവൈലബിൾ ആണ്, ബസ് സർവീസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് ദുബായിയുടെ ഉള്ളിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെട്രോ നമുക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ദുബായിൽ നിന്ന് മാറി ഷാർജ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ മെട്രോ അങ്ങോട്ട് അവൈലബിൾ ആയിരിക്കില്ല. അവരുടെ ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ബസ് യൂസ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ടാക്സിക്ക് പോകാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഒരു അക്കോമഡേഷൻ മസ്റ്റ് ആയിട്ട് എടുക്കണം. നെഗറ്റിവിറ്റി അങ്ങോട്ട് കളയാ. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവിടെ പോയിട്ട് എന്തുടി ചെയ്യാനാ, പോയിട്ട് വേർത്തൊലിച്ചിട്ട് നീ എന്താ ഒട്ടത്തിനെ എന്ത് മേക്കാനാണ് നീ പോണത്, അങ്ങനെ പല നെഗറ്റിവിറ്റി. പോകുന്നതിനാണ് മുന്നും അവിടെ പോയി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഉദ്ദേശം എന്തിട്ടാ, ജോലി തേടണം എന്നാണ് ഉദ്ദേശം, ജോലി കിട്ടണം, വിസ അടിക്കണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ നെഗറ്റിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ഈ ചെവിയുടെ വിട്ട് ഈ ചെവിയുടെ കളയാം.
അതാണ് അതിൽ ഏറ്റവും പ്രോ ആയിട്ടുള്ള ടിപ്പ്. ഇതൊക്കെ നിങ്ങളുടെ സൈഡിൽ ഉണ്ടെങ്കിലും പക്ഷെ നൈറ്റിവിറ്റി നമുക്ക് കിട്ടില്ല എന്നൊരു മനസ്സിൽ തോന്നുന്ന കാര്യം ഉണ്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 2 കൊല്ലം സീരീസ് എടുത്ത് പോയാലും നിങ്ങൾക്ക് ജോബ് കിട്ടില്ല. നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് സിൻസിയർ ആയിട്ട് ജോലി തേടിയുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നെഗറ്റിവിറ്റിയുടെ ഒന്നാമത്തെ നെഗറ്റിവിറ്റിയാണ് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നല്ലൊരു ട്രെൻഡ് അല്ല, UAE ഒക്കെ ആകെ പോയി ഡൗൺ ആണ്, ജോലി കിട്ടാനില്ല, സാലറി കുറച്ചേ പേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് വേണം എന്നാലും ജോലി കിട്ടുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ ആദ്യം കേൾക്കണ ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കാം. അപ്പൊ അതിനൊന്നും ചെവി കൊടുക്കണ്ട. നമ്മുടെ രീതിയിൽ മാക്സിമം നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് എന്തായാലും ആണ് സ്കാം പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു രാജ്യത്തേക്ക് ആദ്യമായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് രാജ്യത്തെ പറ്റിയിട്ടും അവിടുത്തെ കൾച്ചറിനെ പറ്റി നമ്മൾ പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇൻ റിയാലിറ്റി ഹാൻഡ് ടു ഹാൻഡ് എക്സ്പീരിയൻസ് അവിടെ എത്തിയതിനു ശേഷം മാത്രം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്കാം പരിപാടികൾ പോയിട്ട് വീഴാതിരിക്കുക. അതിലെടുത്ത് പറയേണ്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇവിടെ ജോബാണ്. അപ്പൊ ജോബ് റിലേറ്റഡ് ആയിട്ട് സ്കാമുകൾ കുറവാനുണ്ട്. അപ്പൊ കൺസൾട്ടന്റ് വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ UAE ഇവിടേക്ക് ജോലി തേടാൻ വന്നിട്ടുള്ള ആൾക്കാരാണോ, നിങ്ങൾക്ക് ജോലി അറേഞ്ച് ചെയ്ത് തരാം, ഇന്ന ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ട്, നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് പോവുകയും ജോലി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അവർ പറയാം, ഓക്കെ നമ്മൾ ജോലിക്ക് ചിലപ്പോൾ നമ്മൾ ഇന്റർവ്യൂ പോയതിനു ശേഷം ചിലപ്പോൾ സെലക്ട് ആയി എന്നൊക്കെ പറയും. അപ്പൊ അവർ പറയും, നിങ്ങൾ അടുത്ത ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ അതിന് മുന്നേ വെച്ചാൽ നിങ്ങൾ ഒരു 500 dirhams നിങ്ങൾ അയച്ചെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂ റെഡി ആക്കി തരാം, നിങ്ങൾക്ക് വിസ അടിച്ച് തരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കൺസൾട്ടൻസികൾ കോൺടാക്ട് ചെയ്യും. അത് റിയൽ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി. കുറച്ച് സ്കാം കമ്പനികളുണ്ട്. കമ്പനികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോട് പറയും, ജോലി നിങ്ങൾ കിട്ടി, ഇന്റർവ്യൂ ഓക്കെ ആണ്, ഓഫർ ലെറ്റർ തന്നതിന് ശേഷം പറയും, നിങ്ങൾ ഇന്ന ഡേറ്റിൽ വെച്ചിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പറയും, ഇപ്പൊ വിസ അടിക്കുന്നില്ല, നിങ്ങൾ വർക്ക് ചെയ്തിട്ട് എങ്ങനെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്, അതിന് ശേഷം വിസ അടിക്കാന്നൊക്കെ അവർ പറയും. അപ്പൊ നമുക്കറിയാം നമ്മുടെ വിസിറ്റ് വിസ ചിലപ്പോൾ ബാക്കി ഉണ്ടായിരിക്കും നമ്മൾ എടുത്തേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ അവര് വിസിറ്റ് വിസ ഇങ്ങോട്ട് എടുത്തു തന്നിട്ട് നമ്മൾ ഇതിന് വർക്ക് ചെയ്തതിന് ശേഷം ഒരു 90 ദിവസം ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം പറയും, നിങ്ങൾ നാട്ടിലേക്ക് പോയതിന് ശേഷം വിസ ഞങ്ങൾ നാട്ടിലേക്ക് അയച്ചുതരാന്ന് പറയും. അപ്പൊ നമ്മൾ അത്ര ദിവസം ഒരു പണി എടുത്ത് കൊടുക്കും ചെയ്തു, ചിലപ്പോൾ ഒരു സാലറി തരൂ, നമ്മളെ എങ്ങനെയും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടെൻഷനിലായിരിക്കും. പക്ഷെ നമ്മൾ ഈ കാര്യമാണ് ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ നാട്ടിൽ പോവും, കാത്തിരിക്കും, വിസ അവരയക്കില്ല. അപ്പൊ അങ്ങനത്തെ ഉടായ്പ പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ജോബിൽ നമ്മൾ കിട്ടുന്ന സമയത്ത് നമുക്കൊരു ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓഫർ ലെറ്റർ അല്ലെങ്കിൽ കോൺട്രാക്ട്. ഇത് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നോക്കുക. തിരക്ക് പിടിച്ചിട്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ വായിച്ചു നോക്കുക. അതിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ, ആ അഡ്രസ്സിൽ ജസ്റ്റ് നോക്കി ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കമ്പനി അവിടെ ഉണ്ടോ നോക്കിയേക്കാം. അവിടെ ആൾക്കാർ വർക്ക് ചെയ്യണോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ലിങ്ക്ഡിനിൽ കയറിയിട്ട് ആ കമ്പനി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എംപ്ലോയീസ് അതിൽ അവിടെ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അത് തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവുമായിരിക്കും, ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ടോ നോക്കിക്കോ. ഓടിപ്പോയി സൈൻ ചെയ്തിട്ട് ഒരു കുഴിയിൽ ചാടുന്നയാൾ മുന്നേ ചെറുതായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മലയാളി ബുദ്ധി അവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെ മണ്ടത്തരത്തിൽ കുഴിയിൽ പോയി ചാടാതെ മുന്നേ കമ്പനി അവിടെ ഉണ്ടോ എന്ന് അങ്ങനെ സെർച്ച് ചെയ്തു. അത് ബേസിക് ആയിട്ടുള്ള കാര്യം. ജസ്റ്റ് കോൾ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ ഇങ്ങനെ സാധനം വേണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കോൾ ചെയ്ത് നോക്കി നോക്കും. അവർ പറഞ്ഞ നമ്പറൊക്കെ വാലിഡ് ആവണോ, അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടോന്നൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി നോക്കുക. പിന്നെ നമ്മുടെ കൊളീഗ്സിനോട് പരിചയമുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആൾക്കാരോടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി നോക്കുക ജോലിക്ക് പോകണേക്കാളും മുന്നേ. ഈ ജോബ് ഓഫർ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, നമുക്ക് എത്ര ദിവസം നമുക്ക് ഹോളിഡേയ്സ് ഉണ്ട്, സിക്ക് ലീവ് ഉണ്ടോ, അതുപോലെ തന്നെ നമുക്ക് എത്ര ദിവസമാണ് വെക്കേഷൻ ഉള്ളത്, 1 month ആണോ 2 month ആണോ, 2 വർഷം കൂടുമ്പോഴാണോ 1 വർഷം കൂടുമ്പോൾ എമർജൻസി ലീവ് എടുക്കാൻ പറ്റുമോ. പിന്നെ അതുപോലെ ടിക്കറ്റ് നമ്മളെ സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇൻഷുറൻസ് പ്രൊവൈഡ് ഫാമിലിയിൽ ഉണ്ടെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ മെമ്പേഴ്സിനും ഇൻഷുറൻസ് ഉണ്ടോ, ഫാമിലീസ് അവൈലബിൾ ആണോ. സപ്പോസ് ഇപ്പോൾ ഒരു 5 കൊല്ലം കഴിയുന്ന ചില കമ്പനികളൊക്കെ ഫാമിലീസ് പ്രൊവൈഡ് ചെയ്യും, ഫാമിലീസ് കിട്ടുന്ന ഒരു കമ്പനി ആണോ, അതൊക്കെ നമുക്ക് അന്വേഷിക്കണം. നമ്മൾ വൺസ് ജോബിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കാര്യമാണ്, സാലറി ചിലപ്പോൾ 1 year കഴിയുമ്പോൾ ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർ പറയും നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് പെർഫോമൻസ് അനുസരിച്ച് സാലറി കിട്ടാന്നൊക്കെ പറയും. പക്ഷെ അതിൽ പറയുന്ന വാക്ക് ഒന്നും വിശ്വസിക്കില്ല. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ജോബ് ഓഫറിലോ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സാലറി കൂട്ടി തരുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർ പറയും വാക്കിൽ ചിലപ്പോൾ ഇന്റർവ്യൂവിന് സമയത്ത് പറയും നിങ്ങൾക്ക് സാലറി കൂട്ടി തരുന്ന സാലറി നിങ്ങൾ ജോലി ചെയ്തെന്നൊക്കെ പറയും. അപ്പൊ അതിൽ വിശ്വസിക്കരുത്. കൃത്യമായിട്ട് നിങ്ങളുടെ കോൺട്രാക്ട് ജോബ് ഓഫറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക. അപ്പൊ നിങ്ങൾക്ക് സാലറി നിങ്ങൾ പോയി 1 year കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രൊഫഷണൽ കഴിഞ്ഞിട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പോയിട്ട് ചോദിക്കുക, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ് എനിക്ക് സാലറി ഇൻക്രിമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെയിൽ അയക്കുക. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള അതിനുള്ള ഫീഡ്ബാക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇത് കാര്യം എടുത്ത് പറയേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യമാണ് സാലറി.
ആദ്യമായിട്ട് ഫ്രഷറായിട്ട് എനിക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും സാലറി വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളും ഒരു ചോദിക്കണ്ട, സാലറി തരില്ല, നിങ്ങൾക്ക് ജോലി കിട്ടൂല. അപ്പോൾ കിട്ടണ സാലറിയിൽ ആദ്യം കയറുക, അതാണ് അടുത്ത് പറയേണ്ടത്. നമ്മൾ വലിയ പൈസയൊക്കെ പ്രതീക്ഷിച്ചിട്ട് കോടീശ്വരനാവാം പിറ്റേ ദിവസം വെച്ചിട്ട് പോയിന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. ആദ്യമായിട്ട് പോകുന്നവര്, എക്സ്പീരിയൻസ് ഇല്ലാത്തവര്, അവർ പറയുന്ന സാലറി ചിലപ്പോൾ 3000 ദിർഹംസ് ആയിരിക്കാം, ചിലപ്പോൾ 2000 ദിർഹംസ് ആയിരിക്കാം. ആദ്യം നമ്മൾ ജോലിക്ക് കയറിയിട്ട് എല്ലാം 1 by 1 നമുക്കറിയാം, നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായ സാലറി കിട്ടുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ആദ്യം നമ്മുടെ ഉദ്ദേശം എന്നിട്ട് വൺസ് കമ്പനിയിലേക്ക് എൻട്രി ചെയ്യാം, അതാണ് ഫസ്റ്റ് പോയിന്റ്. എൻട്രി ചെയ്തിട്ടുണ്ടായി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുത്തെ കാര്യം പഠിച്ചെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ള ഒരു ഐഡിയ കിട്ടും നമുക്ക്. അപ്പൊ അതാണ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പ്രഷർ ആവുന്ന സമയത്ത് സാലറി എക്സ്പെക്ടേഷൻ വേണ്ട. നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് അവരോട് ഇന്റർവ്യൂവിന് സമയത്ത് പറയേണ്ട ആവശ്യം. എത്ര സാലറി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സാലറി ഉണ്ടായിരിക്കും. നമ്മൾ പോകുന്നതിനാണ് മുന്നേ നമ്മുടെ ടൈറ്റിൽ എന്താണ്, ജോബ് ടൈറ്റിൽ, അതിന് കിട്ടുന്ന മാർക്കറ്റ് സാലറി എത്രയാണ്. ജൂനിയർ ലെവൽ ഇത്ര സാലറി കിട്ടും, മീഡിയം ലെവൽ, അതുപോലെ തന്നെ സീനിയർ ലെവൽ ഇത്ര സാലറി കിട്ടും. നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വേണം. അപ്പൊ നമുക്കറിയാൻ പറ്റും. നമുക്കിപ്പോ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് പോകുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്റ്റാർട്ടിങ് സാലറി ഇത്ര ആയിരിക്കും. സപ്പോസ് ഒരു 3000 ദിർഹംസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും, വിത്ത് അക്കോമഡേഷൻ ചിലപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചോ. അതിൽ ബേസിക് സാലറി ആണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അപ്പൊ നിങ്ങളുടെ കോളേജിനോട് ചോദിക്കും സാലറി ഓക്കെ ആണോ, ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് പറയും ഓക്കെ ആണ്. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിന് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്തതിന് ശേഷം 1 by 1 സാലറി നമുക്ക് കൂട്ടി ചോദിക്കാം. സപ്പോസ് നിങ്ങൾ 5 വർഷം ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമ്പനി തന്നെ നിങ്ങൾ സീനിയർ പൊസിഷൻ തരാൻ നിങ്ങൾക്ക്. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ഞാൻ വേറെ കമ്പനി നോക്കിക്കൊണ്ടിരിക്കുന്ന, വേറെ ഓപ്പർച്യൂണിറ്റി വന്നു പറഞ്ഞിട്ട് കമ്പനി ക്വിറ്റ് ചെയ്തിട്ട് വേറെ കമ്പനിക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും വലിയ സാലറി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഡിമാൻഡ് ചെയ്യാം. എനിക്ക് ഈ കമ്പനിയിൽ ഇത്ര സാലറിക്ക് കിട്ടിയിരുന്നു, അപ്പൊ ഞാൻ നോക്കുന്നത് ഫാമിലി വിസയോട് കൂടെ ഇത്ര സാലറി, ഇങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയിട്ട് കാറിന് അലവൻസ് വേണം, ഫ്യൂവൽ ചാർജ് തരണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്യാം. നമുക്ക് എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലാണ് സ്കില്ലിരിക്കുന്നത്. അവര് ആക്ച്വലി കസ്റ്റമറാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളവര് ഹയർ ചെയ്യുമ്പോൾ നമ്മളവര് സെല്ല് ചെയ്യും വേണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കാം. അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. മാക്സിമം ഇന്റർവ്യൂവിന് സമയത്തോ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിന് സമയത്തൊക്കെ പറയാം ഞാൻ ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്ന സാലറി. അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് നമ്മുടെ മനസ്സിലുള്ള സാലറി മീറ്റ് ചെയ്തില്ലെങ്കിൽ അവരോട് പറയാം സോറി, ഞാൻ ഇതിനാണ് നല്ല ഓഫർ, എനിക്ക് വേറെ കമ്പനി കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഞാൻ അവിടെ ജോലി ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. അപ്പൊ അവർ പറയും ഓക്കെ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ അവർ പറയും. നല്ല കമ്പനി അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയും, അല്ലാത്ത കമ്പനി പറയും പോയിക്കോന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഡിമാൻഡ് ചെയ്യാം, നമ്മുടെ കയ്യിൽ എക്സ്പീരിയൻസ് ഉണ്ട്, സ്കില്ലുണ്ട്, നമ്മളെ ആ കമ്പനിക്ക് ആവശ്യമുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് എത്ര സാലറി വേണമെങ്കിലും കമ്പനി നമുക്ക് തരും. അതുപോലെ തന്നെ അലവൻസുകളും കാറും സാധനങ്ങളൊക്കെ നമുക്ക് തരും. അപ്പൊ നമ്മുടെ സ്കില്ലാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ നമ്മുടെ സ്കില്ലിനെ മാക്സിമം സെല്ല് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിമാൻഡ്സും സൂപ്പറായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. അപ്പൊ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ആൾക്കാരോട് സംസാരിച്ചിട്ട് അവരോട് പറയാം ചിലപ്പോൾ എനിക്ക് അവിടെ എക്സ്പെൻസും സാധനങ്ങളും കൂടുതലാണ്, ഫുഡിന് എക്സ്പെൻസ് ഡേ ടു ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കുറച്ചും കൂടി അലവൻസ് കൂട്ടി തരണം, നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫാമിലി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാലറി കൂട്ടി ചോദിക്കുക, ഡിമാൻഡ് ചെയ്ത് ചോദിച്ചു നോക്കാം. ഒന്നും പറ്റില്ല വെച്ച് കളഞ്ഞിട്ട് പോകണം, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഓപ്പർച്യൂണിറ്റി നോക്കാം. എന്റെ എക്സ്പീരിയൻസും ഞാൻ റിസർച്ച് എടുത്ത കുറച്ച് ചെറിയ ചെറിയ ടിപ്പുകൾ, വലിയ സംഭവം ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ, പക്ഷെ ഇത് കാണുന്ന വീഡിയോയിൽ ആദ്യമായിട്ട് യിലിരിക്കുന്ന ലോകത്തിലേക്ക് വലിയ സ്വപ്നങ്ങളെ കണ്ടുപോകുന്നവരൊക്കെ ഒരു ഉപകാരമായിരിക്കും എന്തായാലും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ ഈ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മൾ വേറെ വീഡിയോസ് ഒക്കെ നമ്മൾ റിലേറ്റഡ് ആയിട്ട് കുറേ ചെയ്യും. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്തായാലും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പുതിയ ടോപ്പിക്കിൽ വീണ്ടും കാണാം. പിന്നെ കാര്യം പറയാൻ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.